നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്, പ്രതികൾക്ക് പിഴയും ശിക്ഷ വിധിച്ചു. വിചാരണ തടവ് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. പ്രതികളുടെ പ്രായം കൂടി പരിഗണിച്ചാണ് ശിക്ഷയെന്ന് കോടതി വ്യക്തമാക്കി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പ്രസ്താവിച്ചത്. 1 മുതൽ 6 വരെയുള്ള പ്രതികളായ പൾസർ സുനി എന്ന സുനിൽകുമാർ, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി വിജീഷ്, എച്ച് സലീം എന്ന വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ് കുറ്റക്കാർ. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ശിക്ഷയിന്മേൽ 2 മണിക്കൂർ വാദം കേട്ട ശേഷമാണ് വിധി പ്രസ്താവിച്ചത്. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായ തടവിലാക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, സ്വകാര്യത ലംഘിച്ച് അപകീർത്തികരമായ ചിത്രമെടുക്കൽ, ലൈംഗിക ചൂഷണ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കൽ, തെളിവ് നശിപ്പിക്കാൻ ഗൂഢാലോചന, തൊണ്ടിമുതൽ ഒളിപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. വാദത്തിനിടെ പ്രതികൾ കുടുംബ പ്രാരാബ്ദങ്ങൾ ഉന്നയിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് അപേക്ഷിച്ചിരുന്നു. 2ാം പ്രതി മാർട്ടിൻ ആന്റണിയും 6ാം പ്രതി പ്രദീപും കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. വീട്ടിൽ വൃദ്ധയായ അമ്മ മാത്രമേയുള്ളൂവെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും മുഖ്യപ്രതി പൾസർ സുനി ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതികൾക്ക് ബലാത്സംഗത്തിനുള്ള പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. 8 വർഷം നീണ്ട രാജ്യമാകെ ചർച്ച ചെയ്ത നിയമപോരാട്ടത്തിനൊടുവിലാണ് വിചാരണ കോടതി കേസിൽ വിധി പറഞ്ഞത്. ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ അതിക്രമിച്ചു കയറി യുവനടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവൈരാഗ്യം മൂലം നടൻ ദിലീപ് മുഖ്യപ്രതി പൾസർ സുനിക്ക് ആക്രമണത്തിനുള്ള കൊട്ടേഷൻ നൽകുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വാദം. എന്നാൽ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്ന് ചൂണ്ടിക്കാട്ടി ദിലീപ് അടക്കമുള്ള പ്രതികളെ കോടതി വെറുതെ വിടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് TCV.